Welcome to Aneha's Little World. We are starting a quiz series in Malayalam and English. All questions and answers will be displayed in both English and Malayalam. ഈ ഒരു പരമ്പര LSS, USS, PSC തുടങ്ങിയ മത്സര പരീക്ഷകളിലെ ഒരു വലിയ സഹായി ആയിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്കോറിനനുസരിച്ചുള്ള കാറ്റഗറി താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. 4 തലങ്ങളിലായാണ് ഈ ക്വിസ് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഈസി, പിന്നീട് മീഡിയം, പിന്നെ ഡിഫിക്കൽട്ട്, തുടർന്ന് റയർ ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗാന്ധിജിയുടെ ജനനം എപ്പോൾ, എവിടെ വച്ച്? In which year was Gandhiji born? Where? 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചത്. October 2, 1869, Porbandar in Gujarat. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാം? Who are the parents of Gandhiji? ഗാന്ധിജിയുടെ മാതാവ് പുത്ലിബായിയും പിതാവ് കരംചന്ദ് ഗാന്ധിയുമായിരുന്നു. Mother Putlibai, father Karamchand Gandhi. ഗാന്ധിജിയുടെ പ്രൈമറി വിദ്യാഭ്യാസം എവിടെ വച്ചായിരുന്നു? Gandhiji's primary education was held at which place? രാജ്കോട്ടിൽ വെച്ചാണ് ഗാന്ധിജിയുടെ പ്രൈമറി വിദ്യാഭ്യാസം നടന്നത്. At Rajkot. പ്രൈമറി വിദ്യാഭ്യാസ സമയത്ത് ഗാന്ധിജിക്ക് വഴങ്ങാത്ത വിഷയം ഏതായിരുന്നു? Which subject was difficult to Gandhiji during primary education? കണക്ക് ആയിരുന്നു അദ്ദേഹത്തിന് പ്രൈമറി കാലത്ത് വഴങ്ങാത്ത വിഷയം. Maths. ഗാന്ധിജിയുടെ കുട്ടിക്കാല സ്വഭാവത്തിലെ പ്രധാന ഭാവം ഏതായിരുന്നു? Which was the most eminent behavioral trait of Gandhiji's childhood? ലജ്ജ ആയിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പ്രധാന സ്വഭാവങ്ങളിൽ ഒന്ന്. Shyness. ഗാന്ധിജിയുടെ ചെറുപ്പകാലത്തെ വിളിപ്പേര് എന്തായിരുന്നു? What was Gandhiji's childhood nickname? മനു, മോനിയ, മോഹനിയ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ വിളിപ്പേര്. Manu, Monia, Mohaniya. കസ്തൂർബയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം എത്രയായിരുന്നു? At what age did Mahatma Gandhi marry Kasturba? 13 വയസ്സ്. 13 years. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച 2 നാടകങ്ങൾ ഏതൊക്കെയായിരുന്നു? 2 plays that influenced Gandhiji during his childhood. ശ്രാവണ പിതൃഭക്തി, ഹരിശ്ചന്ദ്രൻ. Shravana Pidrbhakti, Harishchandra. ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായത് ഏത് വർഷമായിരുന്നു? In which year did Gandhiji pass matriculation exam? 1887-ലാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായത്. In 1887. മദ്യമോ മാംസമോ പരസ്ത്രീയെയോ തൊടുകയില്ലെന്ന പ്രതിജ്ഞാവാചകം ഗാന്ധിജിക്ക് ചൊല്ലിക്കൊടുത്തത് ആരാണ്? എന്തിനു വേണ്ടിയായിരുന്നു? Who made Gandhiji vow not to touch alcohol, meat and other women? Why? ബേച്ചർജി സ്വാമി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അമ്മയുടെ സമ്മതം ലഭിക്കാനാണ് അങ്ങനെ ചെയ്തത്. Becharji Swami, for getting permission from his mother for going to England. എത്രാമത്തെ വയസ്സിലായിരുന്നു ഗാന്ധിജി നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് പോയത്? At what age did Gandhiji go to England for studying law? 18ാമത്തെ വയസ്സിൽ 1888. 18 years, in 1888. ഇംഗ്ലണ്ടിലെ നിയമ പഠനത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചത് എപ്പോഴാണ്, എവിടെ വച്ചാണ്? After completing his law studies in England, in which year did he start practicing in India? At which place? 1891 ബോംബെയിൽ. 1891 in Bombay. ഇംഗ്ലണ്ടിൽ നിന്നും തിരിച്ചു വരുന്നതുവരെ ഗാന്ധിജി അറിയാതെ പോയ കാര്യം ഏതായിരുന്നു? What was the information that Gandhiji did not know until he returned to India?
അമ്മയുടെ വിയോഗമായിരുന്നു അദ്ദേഹത്തിന് അറിയാതെ പോയത്. The demise of his mother. ഗാന്ധിജിയുടെ പുത്രന്മാർ ആരെല്ലാം? Name the children of Gandhiji. ഗാന്ധിജിക്ക് 4 പുത്രന്മാരായിരുന്നു: ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. Harilal, Manilal, Ramdas, Devdas. ഏത് കമ്പനിക്ക് നിയമോപദേശം നൽകാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? For providing law advice to which company did Gandhiji go to South Africa? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. Dada Abdullah and Company. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏത് വർഷമായിരുന്നു? In which year did Gandhiji go to South Africa? 1893 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. In 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടനയുടെ പേര് എന്താണ്? Which organization was formed by Gandhiji in South Africa? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന. Natal Indian Congress. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതായിരുന്നു? Name the newspaper started by Gandhiji in South Africa. ഇന്ത്യൻ ഒപ്പീനിയൻ. ഇത് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചത്. Indian Opinion related to Natal Indian Congress. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? Which was the first satyagraha by Gandhiji? ട്രാൻസ്വാൾ സത്യാഗ്രഹം 1906 ഇത് നടന്നത്. Transvaal Satyagraha of 1906. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് എന്തായിരുന്നു? Which ashram was started by Gandhiji at Johannesburg? ടോൾസ്റ്റോയ് ഫാം 1910 ഇത് ആരംഭിച്ചത്. Tolstoy Farm in 1910. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര്? Name the ashram started by Gandhiji at Durban. 1904 ഫിനിക്സ് സെറ്റിൽമെന്റ് ആണ് അദ്ദേഹം ഡർബനിൽ സ്ഥാപിച്ചത്. Phoenix Settlement in 1904. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം ഏത് വർഷം ആയിരുന്നു? In which year did Gandhiji got jailed for the first time? 1908 ജനുവരി 10 ദക്ഷിണാഫ്രിക്കയിൽ വച്ചായിരുന്നു ഇത് സംഭവിച്ചത്. 1908 on 10th January in South Africa. ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് എവിടെ വച്ചാണ്? From which place did Gandhiji write his autobiography, The Story of My Experiments with Truth? യർവാദ ജയിൽ വച്ചാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത്. Yerwada Jail. ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഏതായിരുന്നു? In which language did Gandhiji write his autobiography? ഗുജറാത്തി ആയിരുന്നു അദ്ദേഹം ആത്മകഥ എഴുതിയ ഭാഷ. Gujarati. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാം എന്ന് കരുതിയ ഭാഗം ഏതാണ്? Which portion did Gandhiji wish not to include in his autobiography? ബാലവിവാഹത്തെക്കുറിച്ചാണ്. Child marriage. ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയത് ആരാണ്? Who wrote the first biography of Gandhiji in Malayalam? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ആദ്യമായി മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത്. Swadeshabhimani Ramakrishna Pillai. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? Who is known as the political guru of Mahatma Gandhi? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? Who is known as the spiritual guru of Gandhiji? ലിയോ ടോൾസ്റ്റോയ്. Leo Tolstoy. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യം നടത്തിയ സത്യാഗ്രഹം ഏതായിരുന്നു? Which was the first satyagraha performed by Gandhiji in India? ചമ്പാരൻ സത്യാഗ്രഹം. ഇത് 1917 ബീഹാറിലാണ് നടന്നത്. അവിടുത്തെ
നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു ഈ സത്യാഗ്രഹം. Champaran Satyagraha in 1917, Bihar, to uprise Neelam farmers. ഗാന്ധിജി ഇന്ത്യയിൽ ചെയ്ത ആദ്യത്തെ നിരാഹാര അല്ലെങ്കിൽ ഉപവാസ സമരം ഏതായിരുന്നു? Which was the first hunger strike performed by Gandhiji in India? അഹമ്മദാബാദ് മിൽ സമരം 1918. Ahmedabad Mill Strike in 1918. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയ ബഹുമതി ഏതായിരുന്നു? Which honor was returned to British by Gandhiji to protest against the Jallianwala Bagh massacre? കൈസർ ഇ ഹിന്ദ്. Kaiser-e-Hind. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവം ഏതാണ്? Why was the non-corporation movement stopped by Gandhiji? 22ഓളം പോലീസുകാർ കൊല്ലപ്പെട്ട ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട്. Chauri Chaura incident. ദണ്ഡി യാത്രക്ക് തുടക്കം കുറിച്ചത് എപ്പോൾ, എവിടെ നിന്ന്? When and where did Dandi March started? 1930 മാർച്ച് 12 രാവിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത്. 12th March 1930 in the morning, Sabarmati Ashram. ദണ്ഡി യാത്ര എപ്പോൾ അവസാനിച്ചു? When did Dandi March end? 1930 ഏപ്രിൽ 6 6th April 1930. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? The only round table conference Gandhiji attended. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 ഇത് നടന്നത്. The second round table conference 1931. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? Who was selected for individual satyagraha by Gandhiji? വിനോബ ഭാവെയായിരുന്നു അദ്ദേഹം വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. Vinoba Bhave. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരെയാണ്? Who was Gandhiji's political successor? ജവഹർലാൽ നെഹ്റുവാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. Jawaharlal Nehru. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? Who was Gandhiji's spiritual successor? ആചാര്യ വിനോബ ഭാവെ. Acharya Vinoba Bhave. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ചത് ആരാണ്? Who described Gandhiji as the father of the nation? 1944 സുഭാഷ് ചന്ദ്രബോസാണ് ആദ്യമായി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത്. Subhash Chandra Bose in 1944. ബാപ്പു എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? Who described Gandhiji as Bapu? രവീന്ദ്രനാഥ ടാഗോർ. Rabindranath Tagore. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ച പ്രശസ്ത മലയാള കവി ആരായിരുന്നു? Which Malayalam poet wrote the poem Ende Gurunathan referring to Gandhiji? എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. Ballathol Narayana Menon. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? That is my mother. What thing did Gandhiji refer to in this statement? അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഭഗവത്ഗീതയെക്കുറിച്ചാണ്. Bhagavad Gita. രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച പത്രം ഏതാണ്? Which newspaper was started by Gandhiji to spread his political views in India? യങ് ഇന്ത്യ. Young India. അധസ്ഥിത ജനവിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചത് ഏത് പേരിലായിരുന്നു? By what name did Gandhiji call the people of the untouchable caste? അധസ്ഥിത ജനവിഭാഗങ്ങളെ ഹരിജനങ്ങൾ എന്ന പേരിലാണ് ഗാന്ധിജി വിളിച്ചത്. Harijan. വല്ലഭഭായ് പട്ടേലിന് സർദാർ എന്ന പദവി നൽകിയത് ആരാണ്?
Who gave the title Sardar to Vallabhbhai Patel? ഗാന്ധിജിയായിരുന്നു വല്ലഭഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിളിച്ചത്. Gandhiji. ഗാന്ധിജി അന്തരിച്ച ദിവസം, സമയം. What was the date and time of Gandhiji's death? 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റായ സമയത്താണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. Date 1948, January 30, Friday. Time 5:17 p.m. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? How many times did Gandhiji visit Kerala? 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 5 times. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ ആഭരണങ്ങൾ നൽകിയ പെൺകുട്ടിയുടെ പേര് എന്താണ്? എവിടെ വെച്ചാണ് അങ്ങനെ സംഭവിച്ചത്? What was the name of the girl who gave away her ornaments during Gandhiji's visit to Kerala? From which place? കൗമുദിയായിരുന്നു തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്. വടകരയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. Kaumudi from Vadagara. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ്? Who referred Mahatma Gandhi as half-naked fakir? ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്. Winston Churchill. മജ്ജയും മാംസവുമുള്ള ഇത്തരത്തിലുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞത് ആരാണ്? Generations to come will scarce believe that such a one as this, ever in flesh and blood, walked upon this earth. Who said these words referring to Gandhiji? ആൽബർട്ട് ഐൻസ്റ്റീൻ. Albert Einstein.